1894 ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയി ആയിരുന്ന വിക്ടർ അലക്സാണ്ടർ വൂസിൻ്റെ ഒരു വാചകമുണ്ട് മുകളിൽ. ഇന്ത്യ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ ഏതു പ്രദേശത്തെ ആധിപത്യം നഷ്ടപ്പെട്ടാലും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യ നഷ്ടപ്പെട്ടാൽ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കും. അപ്പോൾ ഇന്ത്യൻ്റെ സമ്പദ് വ്യവസ്ഥ അവർക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഈ വാക്കുകൾ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൊളോണിയൽ ഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് വളർന്നുകൊണ്ടിരുന്ന ബ്രിട്ടനിലെ ആധുനിക വ്യവസായങ്ങൾക്ക് തടസ്സമില്ലാതെ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. അതായത് ബ്രിട്ടീഷുകാർക്ക് അവിടെയുള്ള വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാനുള്ള അതിൻ്റെ ഒരു കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുക. അതാണ് കൊളോണിയൽ ഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ബംഗാളിലെ തുണി വ്യവസായം മസ്ലിൻ എന്നറിയപ്പെടുന്നത് പരുത്തി വസ്ത്രങ്ങളുടെ ഒരു വകഭേദം. പരുത്തി വസ്ത്രത്തിൻ്റെ തന്നെ വേറൊരു വകഭേദമാണ് മസ്ലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മസ്ലിൻ പരുത്തി തുണിയുടെ ഉത്ഭവസ്ഥാനം ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലാണ് മസ്ലിൻ തുണിൻ്റെ ഉത്ഭവസ്ഥാനം. മസ്ലിൻ എന്ന് പറയുന്നത് പരുത്തി വസ്ത്രങ്ങളുടെ തന്നെ ഒരു വകഭേദമാണ്. ധാക്ക മസ്ലിൻ എന്ന് പറയപ്പെടുന്നത് ലോകപ്രശസ്തമായ പരുത്തി തുണി ധാക്ക മസ്ലിൻ തുണിയുടെ ഏറ്റവും മുന്തിയ ഇനം, അതായത് മസ്ലിൻ തുണിയിലെ ഫസ്റ്റ് ക്വാളിറ്റി സാധനം അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ പേര് മൽമൽ. അപ്പോൾ ഇതിൽ വരുന്നത് മസ്ലിനാണ്. മസ്ലിൻ തുണി എന്ന് പറഞ്ഞാൽ അത് പരുത്തിയുടെ തുണിൻ്റെ ഒരു വകഭേദമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ ഉത്ഭവസ്ഥാനം ബംഗ്ലാദേശിലെ ധാക്ക മസ്ലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും മുന്തിയ ക്വാളിറ്റി തുണിക്ക് മൽമൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ മൽമൽ എന്ന് പറയുന്നത് മസ്ലിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള തുണിയാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ വരുമാനം, ആളോഹരി വരുമാനം എന്നിവ നിർണ്ണയിക്കുന്നതിന് പഠനങ്ങൾ നടത്തിയവരിൽ പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ്റെ ആളോഹരി വരുമാനം, ദേശീയ വരുമാനത്തിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ പ്രധാനിമാരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അപ്പോൾ നവറോജി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടും. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച ആളും ആണ് ഒന്നാമത്തത്. അടുത്ത ആൾ വില്യം ഡിഗ്ബൈ, അതൊരു ഇംഗ്ലീഷുകാരനാണ്. അതേപോലെ ഫിൻലെ ഷിറാസ്. അടുത്ത ആൾ VKRV റാവു. അടുത്ത ആൾ CR ദേശായി. മൊത്തം 5 പേരായിരുന്നു. ഈ 5 സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് അന്ന് ദേശീയ വരുമാനം, ആളോഹരി വരുമാനം നിർണ്ണയിക്കുന്നതിൽ പഠനങ്ങൾ നടത്തിയ ആളുകൾ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് നടന്ന ഇത്തരം സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളുടെ നിഗമനങ്ങൾ, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ 5 പേരുടെ നേതൃത്വത്തിൽ സാമ്പത്തിക പഠനം നടന്നിട്ടുണ്ട്. അവരുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ രാജ്യത്തിൻ്റെ മൊത്തം യഥാർത്ഥ ഉൽപ്പന്ന വളർച്ചാ നിരക്ക് 2% താഴെ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ രാജ്യത്തിൻ്റെ മൊത്തം യഥാർത്ഥ ഉൽപ്പന്ന വളർച്ചാ നിരക്ക്, അഗ്രഗേറ്റ് റിയൽ ഔട്ട്പുട്ട്, അത് 2% താഴെ. ഒന്നാമത്തെ ഫൈൻഡിങ്. അടുത്ത കണ്ടെത്തൽ, വാർഷിക ആളോഹരി ഉൽപ്പന്ന വളർച്ചാ നിരക്ക്, പെർ ക്യാപിറ്റ ഔട്ട്പുട്ട്, വെറും 0.5% താഴെ. പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് 0.5% താഴെയും അഗ്രഗേറ്റ് റിയൽ ഔട്ട്പുട്ട് 2% താഴെയും. ഈ 2 നിഗമനങ്ങളാണ് അവരൊന്നാം പഠനം നടത്തിയിട്ട് എത്തിച്ചേർന്നത്. ഇനി കോളനി ഭരണകാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഒന്ന്, കാർഷിക മേഖലയാണ്. കോളനി ഭരണകാലത്ത് ഇന്ത്യ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്
കൃഷിയെയാണ്. കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് കൃഷിയെയാണ്. സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ 2 ദിവസം വീഡിയോ ഇടാതിരുന്നത് അതുകൊണ്ടാണ്. കുറച്ച് ചുമയും കഫക്കെട്ടിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ. കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് കൃഷിയായിരുന്നു. ഏകദേശം ഒരു 85% ആളുകൾ അന്ന് കൃഷിയോ അല്ലെങ്കിൽ അനുബന്ധവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ കോളനി ഭരണകാലത്തിൽ കാർഷിക മേഖലയിലെ പ്രധാന മുരടിപ്പിന് കാരണം, ആ സമയത്ത് കാർഷിക മേഖലയിലുള്ള പ്രധാന മുരടിപ്പിന് കാരണം കുറഞ്ഞ കാർഷികോൽപാദന ക്ഷമതയായിരുന്നു, ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. ഈ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകാനുള്ള കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പാക്കിയ ഭൂവുടമ സമ്പ്രദായം. അവർ ഭൂവുടമ സമ്പ്രദായങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. റേറ്റ് വാരി, ജമീന്ദാരി തുടങ്ങിയ ഭൂവുടമ സമ്പ്രദായങ്ങൾ ബ്രിട്ടീഷുകാർ അന്ന് നടപ്പാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ കാർഷിക ഉൽപ്പന്നക്ഷമത, ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമായ വേറെ കാരണങ്ങളാണ്. ഇനി നമുക്ക് ജമീന്ദാരി സമ്പ്രദായം, ആ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂവുടമ സമ്പ്രദായത്തിലെ ഒരു സമ്പ്രദായമാണ് ജമീന്ദാരി സമ്പ്രദായം. അതെന്താണെന്ന് നോക്കാം. കൃഷിയിൽ നിന്നുള്ള ലാഭം കർഷകർക്കല്ല, മറിച്ച് ഇടനിലക്കാരായ ജമീന്ദാർമാർക്കാണ് ലഭിച്ചിരുന്നത്. എന്നാൽ കാർഷിക മേഖലയുടെ പുരോഗതിക്കു വേണ്ടി ജമീന്ദാർമാരോ കോളനി ഭരണകൂടമോ ഒന്നും ചെയ്തിരുന്നില്ല. കർഷകരിൽ നിന്ന് വൻതോതിൽ പാട്ടം പിരിച്ചെടുക്കുന്നതിൽ മാത്രമായിരുന്നു ജമീന്ദാർമാരുടെ ശ്രദ്ധ. വർദ്ധിച്ച പാട്ടഭാരം കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കി. ഈ ജമീന്ദാർ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ, കൃഷിയിൽ നിന്നുള്ള ലാഭം കൊയ്തിരുന്നത് ഇടനിലക്കാരായ ജമീന്ദാർമാരാണ്. കർഷകർക്ക് ഒരു മെച്ചം ഉണ്ടായിരുന്നില്ല, ഒരു ലാഭവും കിട്ടിയിരുന്നില്ല. ഇടനിലക്കാരായ ജമീന്ദാർമാർ നന്നായി ലാഭം കൊയ്തു. അവരാ ലാഭം കൊയ്തത് കൊണ്ട് കർഷകർക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. കാർഷിക മേഖലയിലോ അല്ലെങ്കിൽ കൃഷി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരൊന്നും ആ പൈസ ചിലവാക്കിയില്ല. അവരെ കാര്യമായിട്ടുള്ള ശ്രദ്ധ കർഷകരിൽ നിന്ന് പാട്ടം പിരിച്ചെടുക്കുന്നതിലായിരുന്നു. ഈ സമ്പ്രദായപ്രകാരം ജമീന്ദാർ കൃത്യസമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ജമീന്ദാർക്ക് ഭൂമിയിന്മേലുള്ള അവകാശം നഷ്ടപ്പെടും. ആയതിനാൽ കൃഷിക്കാരുടെ സാമ്പത്തികാവസ്ഥയെ ജമീന്ദാർമാർ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല. കൂടാതെ പഴഞ്ചൻ സാങ്കേതികവിദ്യ, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗം എന്നിവയും കാർഷിക മേഖലയിലെ മുരടിപ്പിന് കാരണമായി. ഈ ജമീന്ദാർ സമ്പ്രദായ പ്രകാരം ജമീന്ദാർമാർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്, കോളനി ഭരണകൂടത്തിന് കൃത്യമായി സമയത്ത് നികുതി കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഈ ടാക്സ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അവരുടെ ആ ഭൂ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടും, അവരെ ജമീന്ദാർ പട്ടം പോകും. അപ്പോൾ അവരെന്ത് ചെയ്യും? കൃഷിക്കാരുടെ അവസ്ഥയൊന്നും നോക്കില്ല, അവർ കാര്യമായിട്ട് പാട്ടം പിരിച്ചെടുക്കാൻ വേണ്ടി മത്സരിച്ചിരുന്നു. കൃഷിക്കാർ ഏത് അവസ്ഥയിലാണെങ്കിലും പാട്ടം പിടിച്ചെടുക്കൽ അവർ മുൻപന്തിയിൽ ഇറങ്ങുന്നു. അതിൻ്റെ കാരണം ഇതാണ്, അവരുടെ ഭൂവുടമ അവകാശം അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശം അവർക്ക് നഷ്ടപ്പെടും. ഈ ബ്രിട്ടീഷുകാർക്ക്, കോളനിക്കാർക്ക് നികുതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജമീന്ദാർ ഭൂമിയിന്മേലുള്ള അവകാശം നഷ്ടപ്പെടും. അപ്പോൾ അത് കാരണം അവർ കർഷകരെ ദ്രോഹിച്ചുകൊണ്ട് പാട്ടം പിരിച്ചെടുത്തിരുന്നത്. അതും കാരണമായി. പിന്നെ അതേപോലെ അന്നത്തെ പഴഞ്ചൻ സാങ്കേതിക വിദ്യയും അതേപോലെ ജലസേചന സൗകര്യങ്ങളുടെ അഭാവവും പിന്നെ ഈ രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗമൊക്കെ അന്നത്തെ അഗ്രികൾച്ചറൽ ലോ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമായ കാര്യങ്ങളാണ്. ഓക്കെ. ഇനി കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് ആകർഷിക്കാനുണ്ടായ പ്രധാന കാരണം, കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. അപ്പോൾ ആ സമയത്ത് കാർഷിക മേഖലയിൽ വാണിജ്യവൽക്കരണം കൊണ്ടുവന്നു. അതുകൊണ്ടുകൂടി കർഷകർ ഭക്ഷ്യവിളകൾ വിട്ടുങ്ങാണ്ട് ലാഭം കുറച്ചും കൂടി കിട്ടുന്നത് നോക്കിങ്ങാണ്ട് നാണ്യവിളകളിലേക്ക് തിരിഞ്ഞു. ഭക്ഷ്യവിളകൾ നെല്ല്, ഗോതമ്പ് അങ്ങനെയുള്ള വിളകളൊക്കെ ഉപേക്ഷിച്ചിട്ട് നാണ്യവിളകളിലേക്ക് അവർ തിരിഞ്ഞു.
അത് ഈ കാർഷിക മേഖലയിൽ വാണിജ്യവൽക്കരണം കാരണമാണ്. ഇനി നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ, ഒരു 3 പുസ്തകം അത് എഴുതിയ ആളുകളെ നോക്കാം. ഇന്ത്യ ഡിവൈഡഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതിൻ്റെ എഴുതിയത് രമേശ് ചന്ദ്ര ദത്ത്. ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ അത് BH ബേഡൻ പവലാണ് ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എഴുതിയത് രമേശ് ചന്ദ്ര ദത്ത്. ഇന്ത്യ ഡിവൈഡഡ് എന്നത് പുസ്തകം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബെർണിയൻ 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച പ്രശസ്തനായ ഫ്രഞ്ച് സഞ്ചാരി ഉണ്ട്. അദ്ദേഹം അന്നത്തെ ബംഗാളിനെ കുറിച്ച് കണ്ട് കുറച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ വെച്ചാൽ, ബംഗാൾ എന്ന് പറഞ്ഞാൽ അന്ന് സാമ്പത്തികമായിട്ട് അത്രയും ഉന്നത സ്ഥാനത്ത് നിന്നിരുന്ന ഒരു സ്ഥലമാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത മേഖലയാണ് വ്യാവസായിക മേഖല. ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ബ്രിട്ടീഷ് വ്യാവസായിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ: ബ്രിട്ടനിൽ വളർന്നു വന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുക, ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല കമ്പോളമാക്കി ഇന്ത്യയെ മാറ്റുക. ഇന്ത്യൻ വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് പ്രധാനമായ 2 കാരണങ്ങളാണ് പറഞ്ഞത്. ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ഹബ്ബാക്കി ഇന്ത്യനെ മാറ്റുക, അത് വെച്ചിട്ട് വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് ആ വസ്തുക്കൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യ മാറ്റുക. അങ്ങനെ 2 കാര്യങ്ങൾ ആയിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ വ്യവസായങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഓരോരോ നയങ്ങൾ കൊണ്ടുവന്നത്. കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കി. ഉപഭോഗ കമ്പോളത്തിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇല്ലാതാക്കുകയും ചെയ്തു.